ശബരിമലയിലെ പുതിയ കുളത്തിന്റെ സ്ഥാനമാറ്റത്തിൽ സ്വമേധ്യാ കേസെടുത്ത് ഹൈക്കോടതി. ദേവസ്വം ബോർഡ്, അമിക്കസ് ക്യൂറി എന്നിവരോട് കോടതി റിപ്പോർട്ട് തേടി. വിഷയത്തിൽ ദേവസ്വം ബെഞ്ചിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. വിരളുമായി രേഷ്മ ബാബുവും CG ഉമേഷും ചേരുകയാണ്. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, ഈ പുതിയ കുളത്തിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത്? സുരേഷ്, ശബരിമലയിൽ പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ്, അമിക്കസ് ക്യൂറി എന്നിവരോട് ഡിവിഷൻ ബെഞ്ച് നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. നേരത്തെ തന്നെ വിഷയത്തിൽ ദേവസ്വം ബെഞ്ചിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നത്. ഈ നിലവിൽ ഈ സ്ഥാനം നിർമ്മിച്ച് തറക്കല്ല് വരെ ഇട്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ഭസ്മക്കുളം പഴയ ഭസ്മക്കുളം അശുദ്ധമായതോടുകൂടിയാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത്. നിലവിൽ ഉള്ള ഭസ്മക്കുളം സന്നിധാനത്ത് ശൗചാലയ കോംപ്ലക്സിന് നടുവിൽ ഈ പടിക്കെട്ടുകൾക്ക് താഴെയാണ്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് മലിനജലം ഒഴുകിയെത്തി കുളം അശുദ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് മറ്റൊരു ഭസ്മക്കുളം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ക്ഷേത്ര ആചാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഭസ്മവാഹിനിയായിട്ടുള്ള കുളം. അത് മറ്റൊരു രീതിയിൽ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ പുതിയ കുളം നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചില ആചാരപരമായിട്ടുള്ള ലംഘനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയർന്നിട്ടുള്ളത്. ഇതും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിനോട് അതോടൊപ്പം തന്നെ അമിക്കസ് രേഷ്മ, ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ ആചാര ലംഘനം, വിശ്വാസ ലംഘനം ഉണ്ടായി എന്നടക്കമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒപ്പം അമിക്കസ് ക്യൂറി എന്നിവരോടാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞത്, അല്ലേ? അതെ, ദേവസ്വം ബോർഡ് അതോടൊപ്പം തന്നെ അമിക്കസ് ക്യൂറി. സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അമിക്കസ് ക്യൂറിയുടെ നിലപാട് ഹൈക്കോടതി തേടും. ഈ ഒരു വിഷയത്തിൽ എന്താണ് അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കുക. മറ്റൊന്ന്, ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ എന്താണ് പറയുവാനുള്ളത് അത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ബോർഡിനോടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തേടിയിരിക്കുന്നത്. എന്തായാലും ഈ പഴയ ഭസ്മക്കുളം അശുദ്ധമായ ഒരു സാഹചര്യത്തിൽ സ്ഥാനം മാറ്റുന്നു എന്നുള്ള ഒരു നിലപാട് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വിശദീകരിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആചാരപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ദേവഹിതം അടക്കം അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ അമിക്കസ് ക്യൂറിയോടും റിപ്പോർട്ട് തേടിയ ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ ഈ വിഷയം കേൾക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടന്നിരിക്കുന്നത്. രേഷ്മ തുടങ്ങി. ഇപ്പോൾ CG ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, രേഷ്മ പറഞ്ഞതുപോലെ തന്നെ നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ലഭിച്ചത്. അതിൽ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസികളുടെ വിശ്വാസ രീതിയുമായി ബന്ധപ്പെട്ട ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ കേസ് തുടർ നടപടിയുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡിനും അമിക്കസ് ക്യൂറിയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അവിടെ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ കുളത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെയും നടന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇടപെടൽ? KP, കഴിഞ്ഞ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ശബരിമലയിലെ ദേവപ്രശ്നത്തിലാണ് ഈ കുളം മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചില കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ദേവപ്രശ്നത്തിൽ ആരാഞ്ഞത്. അന്ന് നിലവിലുള്ള ഭസ്മക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന കുളം മാറ്റി സ്ഥാപിക്കുന്നതിന് പ്രശ്നമില്ല, എന്നാൽ അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കരുത് എന്ന നിർദ്ദേശം അന്ന് ദേവഹിതം നോക്കിയപ്പോൾ ദേവപ്രശ്നത്തിൽ കൃത്യമായി കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ശബരിമലയിൽ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ അല്ലെങ്കിൽ ശബരിയുമായി ബന്ധപ്പെട്ട അവിടെ ഭസ്മക്കുളം എന്ന സംവിധാനം നിലവിലുണ്ടായിരുന്നു. അത് പിന്നീട് കാലക്രമത്തിൽ മണ്ണിട്ട് മൂടിയാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. 1970-കളിലാണ് അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നത്. അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു. നിലവിൽ സന്നിധാനത്ത് നിന്ന് മാളികപ്പുറത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിന് താഴെയായാണ് യഥാർത്ഥത്തിൽ ഭസ്മക്കുളം ഉണ്ടായിരുന്നത്. ശബരി മാതാവ് അവിടെ
അഗ്നിസ്നാനം ചെയ്തു. അങ്ങനെ അതാണ് അതുമായി ബന്ധപ്പെട്ട വിശ്വാസം. ആ സ്ഥലത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം 1970-കൾ വരെ നിലനിന്നിരുന്നു. അത് ഭക്തർ അവിടെ ഉപയോഗിച്ചതിനുമാണ്. പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് മണ്ണിട്ട് മൂടി. അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഭസ്മക്കുളം എന്നറിയപ്പെടുന്ന കുളം അവിടെ കുഴിക്കുകയും അത് പിന്നീട് ഭസ്മക്കുളം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഭസ്മക്കുളമായി ഉപയോഗിക്കുന്ന കുളം അത് മൂടി മറ്റൊരെണ്ണം നിർമ്മിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അത് ഭസ്മക്കുളം എന്ന പേരിൽ പേരിടാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഭസ്മക്കുളം ഉണ്ടായിരുന്ന പ്രദേശത്ത്, അതായത് മാളികപ്പുറം ഫ്ലൈ ഓവറിന് താഴ്ഭാഗത്തായി പേരിനെങ്കിലും ഒരു കുളം സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് ദേവപ്രശ്നത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യഥാർത്ഥത്തിൽ ഭസ്മക്കുളം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ പേരിനെങ്കിലും ഒരു കുളം നിർമ്മിക്കണമെന്ന ദേവപ്രശ്ന വിധി പ്രകാരമുള്ള നിർദ്ദേശം പാലിക്കപ്പെടാതെ മറ്റൊരു കുളം നിർമ്മിച്ച് അതിന് ഭസ്മക്കുളം എന്ന് പേരിടാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ പരാതികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹർജിക്കാരനായ പരാതി നൽകിയ ശ്രീ മഹേന്ദ്രകുമാർ PS നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മഹേന്ദ്രകുമാർ, താങ്കളുടെ അടക്കം പരാതികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിനോടും അമിക്കസ് ക്യൂറിയോടും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഏത് തരത്തിലായിരുന്നു, ഏത് സാഹചര്യത്തിൽ, ഏത് രീതിയിലായിരുന്നു താങ്കൾ പരാതി നൽകിയത്? ഈ വാർത്ത ജനൻ TV അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന സമയത്ത് നമുക്ക് 1987 ഇങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു ശബരി മാതാവിന്റെ സമാധി സ്ഥാനം എന്ന് പറയാവുന്നു, അല്ലെങ്കിൽ ആ തപസ്വിനിയുടെ ശരീരം വിലയം പ്രാപിച്ച സ്ഥാനത്ത് അദ്ദേഹം ശബരിമല ശാസ്താവ് തന്നെ അമ്പെയ്തിട്ട് കുഴിയെടുത്തു എന്ന് പറയുന്ന അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ ശ്രീ ഭൂതനാഥോപാഖ്യാനം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്ത് ശരിക്കും ശബരിമല എന്ന പേരിന്റെ തന്നെ പിന്നില് ശബരിയുടെ സാന്നിധ്യമാണ്. അങ്ങനെ അത്രയും വിശേഷപ്പെട്ട ഒരു നമുക്ക് വിസ്തരിക്കാനോ വിവരിക്കാനോ പോലും കഴിയാത്തത്ര മഹാത്മ്യമുള്ള ഒരു സ്ഥലത്തെ, അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള ആ തീർത്ഥത്തെ അതിനെ മണ്ണിട്ട് മൂടിയിട്ട് അവിടെ മേൽപ്പാലം പണിയുക എന്ന് പറയുന്നത് 1987 മുമ്പ് തന്നെ തിരുത്തപ്പെടേണ്ട ഒരു തെറ്റായിരുന്നു. ഇന്നത് സാധിച്ചില്ല. പിന്നീട് ഭക്തജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അസ്ഥാനത്തൊരു കുളം പണിഞ്ഞു. ആ കുളം പണിയുന്നതിന് പല സ്ഥലങ്ങളിൽ കുഴിയെടുത്തപ്പോഴേക്കും ഒന്നും ഉറവ കിട്ടിയില്ല. അവസാനം ഉറവ കിട്ടിയ സ്ഥാനത്ത് ഒരു കുളം പണിയാണ് ചെയ്തത്. അപ്പൊ അതിലിപ്പോ ഒരുപാട് പേര് വന്ന് കുളിച്ചു, അങ്ങനെ മാലിന്യമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ശരി, അതിനുശേഷം വേറൊരു ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം വേറൊരു സ്ഥലത്ത് കുളം കുഴിക്കുന്നതിന് നമ്മളെതിരല്ല, നമ്മൾ അത് ആവശ്യവുമാണ്. പക്ഷെ അതേസമയം അതിന് ഭസ്മക്കുളം എന്ന് പേരിടാൻ പാടില്ല. കാരണം ഭസ്മക്കുളം എന്ന് പറയുന്നത് പഴയ കാലത്ത് ശബരിയുടെ ദേഹത്യാഗം അല്ലെങ്കിൽ ആ സമാധി സ്ഥാനം എന്ന് വേണം പറയാവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തിൽ ഇന്നും കുളം കുഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്നും അവിടെ ഉറവയുണ്ട്. കാരണം അവിടെ ഇന്നും ആ തറയിൽ ഈർപ്പമുണ്ട് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഭസ്മക്കുളം യഥാർത്ഥത്തിൽ കുഴിക്കേണ്ടത് ആ സ്ഥാനത്ത് തന്നെയാണ്. അതായത് ആ പഴയ സ്ഥാനത്ത് തന്നെയാണ് ഈ ഭസ്മക്കുളം കുഴിക്കേണ്ടത്. മറിച്ച് വേറൊരു സ്ഥലത്തൊരു പുതിയ കുളം കുഴിച്ചാൽ അതിനൊരിക്കലും ഭസ്മക്കുളം എന്ന് പേരിടരുത്. അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ അത് ആ വിശ്വാസത്തിന് തന്നെ എതിരാണല്ലേ? അല്ല, അതെ, തീർച്ചയായും. മാത്രമല്ല, ഭസ്മക്കുളത്തെ പറ്റിയിട്ട് യാതൊരു ധാരണയും ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളത് ഇന്നലെ ഭസ്മക്കുളത്തിന് ഞായറാഴ്ച ിന് ശേഷം വാസ്തുവിദഗ്ധൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുകയാണ്. ഭസ്മം വിട്ട് ഇതുകൊണ്ടാണ് അതിന് ഭസ്മക്കുളം എന്ന പേര് വന്നത് എന്നുള്ള ശൈലിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ശരിക്കും ബോർഡിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് തന്നെ എന്താണ് ഭസ്മക്കുളം എന്നൊരു ധാരണ, അത് ഭസ്മം എന്ന പദം അവിടെ വന്നത് ശബരിയുടെ ദേഹം ഭസ്മമായത് എന്നുള്ള അർത്ഥത്തിലാണ് എന്നത് മനസ്സിലാക്കാതെ വരുന്നു തൊഴുന്ന അയ്യപ്പന്മാർ ആ കുളത്തിൽ ഭസ്മം ഇട്ടിട്ട് കുളിച്ചാൽ അത് ഭസ്മക്കുളമാകും എന്ന് പറയുന്ന തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ശരിക്കും അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതി. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്, നീതി നടപ്പിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുളം കുഴിക്കുന്നതിന് ഇപ്പോഴും പറയുകയാണ് എതിരല്ല. എവിടെ വേണോ എത്ര വേണോ കുളം കുഴിക്കാം. കാരണം വന്ന് എത്തുന്ന അയ്യപ്പന്മാർക്കുള്ള കുളിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതിന് ഭസ്മക്കുളം എന്ന് പേരിടാൻ പാടില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ മഹേന്ദ്രകുമാർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഉമേഷ്, അത് തന്നെയാണ് ശ്രീ മഹേന്ദ്രകുമാർ അടക്കം പരാതി നൽകിയവരൊക്കെയും പറയുന്ന കാര്യം. ഭസ്മക്കുളം എന്നതിനെ ആചാരപരമായ, അനുഷ്ഠാനപരമായ, വിശ്വാസപരമായ ചില ഐതിഹ്യങ്ങളുണ്ട്, വിശ്വാസ രീതികളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പുതിയ കുളം കുഴിക്കുകയാണെങ്കിൽ അതിനെ ഭസ്മക്കുളം എന്ന് പേരിടാൻ പാടില്ല. ഭസ്മക്കുളം എന്ന പേരിൽ ഒരു കുളം മാത്രമാണ്. അവിടെ ആ ഒരു പഴയ സ്ഥാനത്തിലേക്ക് തിരികെ കൊണ്ട് എത്തിക്കാം. പക്ഷേ മറിച്ച് ഇത്തരത്തിൽ കുളം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ ആ രീതിയിൽ പേരിട്ട് വിളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പരാതി. പക്ഷേ ഇനി തുടർ നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഏത് തരത്തിലായിരിക്കും എന്നത് ഈ കോടതിയുടെ നിലപാടിനനുസരിച്ചായിരിക്കും അല്ലേ?
ഇതേ ആശയക്കുഴപ്പം തന്നെ ഈ കല്ലിടൽ ചടങ്ങിൽ സന്നിധാനത്ത് വെച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോട് നമ്മൾ ചോദ്യമായി ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി എന്ന് പറയാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത്തരം ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ചില തർക്കങ്ങളുണ്ട്, പരാതികളുണ്ട് എന്ന കാര്യം ദേവസ്വം ബോർഡിനും ബോധ്യമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇക്കാര്യം വേണ്ട ഗൗരവത്തോട് കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭസ്മക്കുളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇത്തരം നിയമക്കുരുക്കുകളിലേക്ക് വരെ കാര്യങ്ങൾ പോയത്. മാത്രമല്ല, ഏതാണ്ട് ശബരിമലയിലെ നിലവിൽ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടത്തിയ ദേവപ്രശ്നത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, യഥാർത്ഥ ഭസ്മക്കുളത്തിന്റെ സ്ഥാനത്ത് വലിയ കുളം കുഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു പേരിനെങ്കിലും ചെറിയൊരു ജലസ്രോതസ് സൃഷ്ടിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും കുളം കുഴിക്കാം, പക്ഷെ അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാൻ പാടില്ല എന്ന ദേവപ്രശ്ന വിധിയിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതാണ് ഏറെ ശ്രദ്ധേയം. ക്ഷേത്രത്തെ സംബന്ധിച്ച് ദേവപ്രശ്നമാണ് അതിന്റെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾക്ക് അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായ നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു. അതാണിപ്പോൾ എന്തായാലും കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ ഭസ്മക്കുളം എന്ന് വിളിക്കാമെന്ന കാര്യത്തിലൊക്കെ തർക്കം ആദ്യം മുതൽ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി പുതിയ കുളം നിർമ്മിക്കുന്ന കാര്യത്തിലും ഈ ഭസ്മക്കുളത്തിന്റെ യഥാർത്ഥ സ്ഥാനത്ത് ഒരു ജലസ്രോതസ് നിർമ്മിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡും ഒപ്പം കോടതിയും സ്വീകരിക്കുന്ന നിലപാടൊക്കെ ഏറെ നിർണായകമായിരിക്കും. KP ശ്രദ്ധയാണ് CG ഉമേഷാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും രേഷ്മയിലേക്ക്. രേഷ്മ, ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലുള്ള നിരവധി പരാതികളും ആശങ്കകളുമാണ് ഭക്തരുടെ ഭാഗത്തിനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അവർ പരാതി സഹിതം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിലാണ് സ്വമേധയാ ഇപ്പോൾ കോടതി കേസെടുത്തിരിക്കുന്നത്. ഇനി ദേവസ്വം ബോർഡിൻ്റെ അമിക്കസ് ക്യൂറി എന്നിവരുടെയും റിപ്പോർട്ടുകൾ തേടിയതിനു ശേഷം അത് ലഭ്യമായതിനു ശേഷമായിരിക്കും കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുക, അല്ലേ? സുരേഷ്, അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടക്കുക. നേരത്തെ ഉമേഷും പരാതിക്കാരനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഐതിഹ്യപരമായിട്ട് പറയപ്പെടുന്ന സ്ഥലത്ത് കുളം നിർമ്മിക്കണമെന്നുള്ള ആവശ്യവും ഒപ്പം തന്നെ ദേവഹിതം എന്താണ് ഇതടക്കമുള്ള വിഷയങ്ങളും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണോ ഇത്തരത്തിൽ ഈ കാര്യങ്ങളുമായിട്ട് നടപടികളുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ ആ പേര് ഉപയോഗിക്കുന്നതിലെ ചില ധാരണകൾ അത് എങ്ങനെയായിരിക്കണം ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലും ഹൈക്കോടതി ഈ റിപ്പോർട്ട് അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ടും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും ഈ നേരത്തെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പ്രാഥമിക നടപടികളുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഈ സ്വമേധയെടുത്ത കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നടപടികൾക്ക് അല്ലെങ്കിൽ തുടർ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും കോടതിയുടെ അനുമതി അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അടുത്ത ദിവസം, അതായത് ഇനി കോടതി തുറക്കുന്ന ദിവസം ഈ ഒരു വിഷയം ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, സുരേഷ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.